അല്ല, ബിജുവിന് എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു DYFIക്കാർ ഉണ്ടെന്ന് പത്രങ്ങളിൽ, എല്ലാ പത്രങ്ങളിലും എഴുതിയതാണ് ആ മതിലകം. അത് ഏതായാലും സേനാപതി വേണു കൃത്യമായിട്ട് കഴിഞ്ഞ കുറേ ദിവസത്തെ, കുറേ മാസത്തെ കേരളത്തിലെ മർഡറുകൾ ഇല്ല, അത് ഞാൻ അതൊക്കെ തർക്കിക്കുന്നില്ല. ബിജു എന്തായാലും നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, ബിജുവിന് അറിയില്ല, അത് മാത്രമേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ ബിജു. DYFI എന്ന പേര് പറഞ്ഞിട്ട് അവരെ ആക്ഷേപിക്കരുത്. നിക്കട്ടെ ബിജു, നിക്കട്ടെ. ശരി, അല്ലല്ല ബിജു, അത് ജോർജ് ജോസഫ് സാർ സംഭവിച്ച തെറ്റാണ്. അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. അവരാരെയും തല്ലുകയോ മുറിവേൽപ്പിക്കുകയോ ഒന്നും ചെയ്യാത്ത കുഞ്ഞാടുകളാണ്, നല്ല കുട്ടികളാണ്. അത് ജോർജ് ജോസഫ് സാർ തെറ്റിപ്പോയതാണ്. ബിജു സപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യം പറയാം. എന്ന് പറഞ്ഞ പേര് പറയുമ്പോൾ ഇന്നയാള് ഇന്ന തെറ്റു ചെയ്തു എന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ തങ്ങളെ കുമ്പിട്ട് ആരാധിക്കാം. അതിനപ്പുറത്ത് അവസരം കൊടുക്കും. വേണ്ട ബിജു, പറയുന്ന കേൾക്കൂ, പറയുന്ന കേൾക്കുള്ളൂ. അപ്പോഴേ ഏതായാലും മതിലകത്തുണ്ടായ സംഭവത്തെ പറ്റി ഒന്ന് പഠിക്കുക. ഏതായാലും ബിജു ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയാം. കൊല്ലം ജില്ലയിൽ 2 DYFIക്കാരെ പോലീസ് സ്റ്റേഷൻ ഇട്ട് മർദ്ദിച്ചപ്പം ഞാനേ ഉണ്ടായിരുന്നുള്ളൂ DYFIക്കാർക്ക്, മറ്റ് DYFIക്കാരെ ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ ശക്തിയുക്തം അതിന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നടപടി എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ബിജുവിനെ ഞാൻ കണ്ടില്ല. അതുപോലെ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ അദ്ദേഹം ആണ് കേരളത്തിലെ കൊള്ളിയല്ലാത്ത സർക്കിളന്മാരെയും DYFIമാർക്കും എതിരായിട്ട് നടപടി എടുക്കാൻ തൻ്റെ ഇടം കാണിച്ചെന്ന് ഞാൻ പറഞ്ഞു. അന്നും ബിജുവിനെ കണ്ടില്ല. ഏതായാലും പോട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത് കേരളത്തിലെ കഴിഞ്ഞ കുറേ ദിവസത്തെ സംഭവങ്ങൾ സേനാപതി വേണു കൃത്യമായിട്ട് പറഞ്ഞു. കോട്ടയം പോലീസ് സ്റ്റേഷനിലെ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞ അമ്മ കിടന്ന് നിലവിളിച്ചപ്പോൾ അയാളെ കൊണ്ടുവരും, തിരിച്ച് ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഡെഡ് ബോഡി കൊണ്ട് പോലീസ് സ്റ്റേഷനിലകത്ത് എറിഞ്ഞിട്ട് പോയി. അന്ന് ഞാനത് പറഞ്ഞപ്പോൾ ഒത്തിരി വിമർശനം കേട്ടു. ഏതായാലും ഈ വസ്തുതകൾ പറയുമ്പം പലർക്കും അത് ഒറ്റപ്പെട്ട സംഭവമാണ്, ന്യായീകരിച്ച് പോകരുത്. അട്ടപ്പാടി മധുവിന് എത്ര കേസുകൾ ഹൈക്കോടതി ചെന്ന ശേഷമാണ് നീതി കിട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇപ്പോഴത്തെ ഈ സംഭവത്തിന് ആദ്യം പ്രതികരിച്ച് കണ്ടില്ല. ഒരു മനുഷ്യജീവനെ വെറുതെ തല്ലിക്കൊന്ന് നമ്മൾ കാണുകയാണ്. അതുപോലെ സേനാപതി വേണു പറഞ്ഞത് ആ മൈസൂരിലെ ആ വൈദ്യനെ കൊണ്ടുവന്ന് 1.25 വർഷം പൂട്ടിയിട്ടു. പോലീസ് അവിടെ മിസ്സിംഗ് കേസെടുത്തെങ്കിലും ഒരു നടപടി എടുത്തില്ല. പോലീസിന് കാര്യമായ തകരാറ് സംഭവിച്ചു എന്നാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാകുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. അതേസമയത്ത് പോലീസിലെ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെ ആരും മെയിൻ ധാരയിലോട്ട് കൊണ്ടുവരുന്നില്ല. അത് ഒരു പാളിച്ചു തന്നെയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉള്ള ആൾക്കാർ നല്ല ഓഫീസേഴ്സിനെ നോക്കി SHOമാരായിട്ടും DYSPമാരായിട്ടും കേരളത്തിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു സംഭവം നമുക്ക് കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്ന പല സംഭവങ്ങളിൽ ഒന്നായിട്ട് ഞാനിത് കാണുന്നു. കാരണം ഇതിന് നമുക്കൊരു തീർച്ചയായിട്ടും ഒരു വിമുഖത, അല്ലെങ്കിൽ ഇതിന് ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടിയെടുത്ത് ഇവരെ കൃത്യമായ രീതിയിൽ ശിക്ഷിപ്പിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇതൊരു പാഠമാകുള്ളൂ. പലരും സ്വാധീനം കൊണ്ടും നല്ല വക്കീലിനെ വെച്ച് കേസ് വിട്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഏതായാലും പോലീസ് കുറച്ചുകൂടെ ജാഗരൂകരായിട്ട് നിന്ന് ഈ കേസുകളെ കൃത്യമായി 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുത്ത് ഇവരെ ശിക്ഷിപ്പിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് DGPയുടെ അടുത്തും ആഭ്യന്തര വകുപ്പിനോടും പറയാനുള്ളത്.